അല്ലാഹു പടച്ച എല്ലാ പടപ്പുകളും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുന്നു, ഗീബത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞവനുണ്ടല്ലോ, അവൻ പരലോകത്തേക്ക് കടന്നു വരുന്നത് യസീറു മുഫ്ലിസൻ യൗമൽ ഖിയാമ. അവൻ നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, ഖിയാമത്ത് നാളിലോ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പാപ്പർ സൂട്ടായിട്ടാണ് അവൻ ചെയ്തു പോയൊരു അമലുമില്ലാതെയാണ് കടന്നു വരിക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഈ ദുനിയാവില് നമ്മൾ ചെയ്ത നിസ്കാരങ്ങളുണ്ടല്ലോ, നമ്മൾ നോട്ട് നോമ്പുകളുണ്ടല്ലോ, നമ്മൾ ചൊല്ലിയ ദിക്റുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട സ്വഹാബ, ഈ വത്ത് പറയുന്നവനുണ്ടല്ലോ, ആ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഈ അമലൊന്നും അവനക്ക് അല്ലാഹു തആല കൊടുക്കില്ലെന്നാണ്. ഈ അമല് കൊണ്ട് അവൾക്കൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ലെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹത്തുക്കൾ പറയുന്നുണ്ട്, പരലോകത്ത് നമ്മളോട് അല്ലാഹു സ്വർഗത്ത് പോയിക്കോ എന്ന് പറയുമ്പോ, നമ്മളെ റാഹത്തോടെ സ്വർഗത്ത് പോകാൻ നിൽക്കുമ്പോ ഒരു കൂട്ടം ഇങ്ങനെ ഓടി വരും, പഠിച്ചോനെ അവരെ സ്വർഗത്തിലേക്ക് വിടല്ല റബ്ബേ. അപ്പൊ അല്ലാഹു ചോദിക്കും, എന്തേ? ഇവൻ ഞങ്ങളെ കുറ്റം പറഞ്ഞവനാണ്, ഈബത്ത് പറഞ്ഞവനാണ്, അത് തീർത്തിട്ട് മതി പഠിച്ചോനെ അവനക്ക് സ്വർഗം. അല്ലാഹു അവനെ തിരിച്ചു വിളിക്കും. അങ്ങനെ അവൻ കുറ്റം പറഞ്ഞ ഈബത്ത് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ വരിക്കാണ്. ഓരോരുത്തർക്കും ഇങ്ങനെ ഈ കുറ്റം പറഞ്ഞ നമ്മുടെ അമലുകളെ അല്ലാഹു തആല ഇങ്ങനെ ഓരിച്ചു കൊടുക്കും. ഞാൻ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് അല്ലാഹു തആല എന്റെ അമൽ ഇങ്ങനെ ഓരി വെച്ച് കൊടുക്കാൻ, വീതിച്ചു കൊടുക്കാൻ. അവസാനം ഞാൻ ചെയ്ത അമലൊക്കെ കഴിഞ്ഞു, ഞാൻ കുറ്റം പറഞ്ഞ ആൾക്കാരെ വരി തീർന്നിട്ടില്ല, അത്രയും വലിയ വരിയാണ്. അപ്പൊ ഇനി എന്താ ചെയ്യാം? അപ്പൊ അല്ലാഹു തആല മാലാഖമാരോട് പറയും, ഇനിയിപ്പുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇവൻ ഈബത്ത് പറഞ്ഞ ആൾക്കാരെ തിന്മകളെ ഇവൻക്ക് കൊടുക്കാൻ പറയും. അതായത് ഞാൻ ഒരാളെ ഈബത്ത് പറഞ്ഞാൽ അവന്റെ തിന്മകളെ എനിക്ക് നൽകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത പരാജയമാണ്.